ദൈവനാമം വാഴ്ത്തോടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസണ്ടായിരിക്കാൻ ദൈവം സാകാശോർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശ്വ മാധ്യമത്തിൽ കൂടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോരുത്തരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിച്ചുകൊണ്ട് നമുക്ക് വചനഭാഗത്തിലേക്ക് കടക്കാമെന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് യോസെഫിന്റെ സന്തതിയെ ആക്രമിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളാണ്. നമ്മൾ അവകാശിയായവനെ, മുളയായവനെ മുളയിൽ തന്നെ നുള്ളുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ സാത്താൻ പ്രവർത്തിച്ചായിട്ട് വന്നു. ജനനത്തിന് മുമ്പേ യോസെഫിന്റെ സന്തതിയായി ജനിക്കാൻ അവസരം കൊടുക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ജനനത്തിന് മുമ്പേ മറിയെ കല്ലെറിഞ്ഞ് കൊന്ന് തന്നെ അത് ഇല്ലാതെയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ സാത്താൻ പ്രവർത്തിച്ചായിട്ട് നമ്മൾ കണ്ടു. തുടർന്ന് ഹെരോദാവിൽ കൂടെ ബാലൻ എന്ന് പറയാൻ പറ്റില്ല, കൈക്കുഞ്ഞായിരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ നശിപ്പിച്ചു കളയാനുള്ള ശ്രമം സാത്താൻ നടത്തിയതായിട്ട് നമ്മൾ പിന്നീട് വീണ്ടും നമ്മൾ കണ്ടു. തുടർന്ന് നമ്മൾ തൻ്റെ ഐഹിക ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ കർത്താവിനെ പരീക്ഷിച്ച് നശിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഒരു രക്ഷകൻ എന്നുള്ള ആ പദവി നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നമ്മൾ കണ്ടു. സാത്താന്റെ തന്ത്രങ്ങളിൽ വീണുപോയാൽ, സാത്താന്റെ പ്രലോഭനങ്ങളിൽ വീണുപോയാൽ രക്ഷിതാവാകാനുള്ള ആ പദവി തന്നെ, അല്ലെങ്കിൽ ആ യോഗ്യത തന്നെ ഇല്ലാതെയായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. തുടർന്ന് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിക്കുന്നതിന് പകരം അതിന് മുമ്പേ തന്നെ യഹൂദന്മാരുടെ ശിക്ഷാരീതി അനുസരിച്ച്, അതായത് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാനുള്ള ആ സാഹചര്യങ്ങളാണ് പിന്നീട് സാത്താൻ ഒരുക്കിയതായിട്ട് നമ്മൾ കണ്ടത്. വിചാരണ കൂടാതെ തന്നെ അത് നിർവഹിക്കാനായിട്ട് സാത്താൻ അവിടെ ശ്രമിക്കുന്നതായിട്ട് പിന്നീട് നമ്മൾ കണ്ടു. സമയമായപ്പോൾ ക്രൂശീകരണത്തിന് എതിരെയുള്ള പ്രലോഭനങ്ങൾ സാത്താൻ കർത്താവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നതായിട്ട് നമ്മൾ കണ്ടു. ചില യവനന്മാരിൽ കൂടെ, സ്വന്തം ശിഷ്യനിൽ കൂടെ, കൂടാതെ ലോകപാപം മുഴുവൻ ചുമക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള കൂടെ സാത്താൻ അത് ഒരുക്കിയതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. കർത്താവിനെ പിടിച്ചതിന് ശേഷം ക്രൂശീകരണത്തിന് മുമ്പേ തന്നെ നശിപ്പിക്കുന്നതിനുള്ള വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, മുഷ്ടി ചുരുട്ടി കുത്തിയതായിട്ടും ചെവകൾ അടിച്ചുകൊണ്ട് കയ്യേറ്റതായിട്ടും, ആ വിധത്തിൽ ക്രൂശീകരിക്കുന്നതിന് മുമ്പേ തന്നെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നമ്മളവിടെ കാണുന്നത്. അവസാനം ക്രൂശീകരണത്തിന് ശേഷം ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാനുള്ള പ്രലോഭനമാണ് പിന്നീട് നമ്മളവിടെ കാണുന്നത്. ഈ വിധത്തിൽ കർത്താവിന്റെ രക്ഷണ്യ വേല തടസ്സപ്പെടുത്തുന്ന എല്ലാ പദ്ധതികളും സാത്താൻ അവിടെ നടപ്പിലാക്കിയത് കാണാൻ സാധിക്കും. തന്റെ തലയാണ് അവിടെ തകർക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയ സാത്താൻ ഈ വിധത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയതായിട്ട് നമ്മൾ കാണും. എന്നാൽ സാത്താന്റെ തല തകർക്കുക എന്നതിലൊക്കെ ഉപരി വളരെയധികം പേർ രക്ഷകനെ കണ്ടുമുട്ടുന്നതിനുള്ള അവസരമായിട്ട് അത് തീർന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ കൃപായുഗത്തിൽ സാത്താൻ ഏതു വിധത്തിലേക്കാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആയിരിക്കുന്ന ഈ കൃപായുഗത്തിൽ സാത്താന്റെ ലക്ഷ്യം നമ്മൾ ഓരോരുത്തരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്.
കർത്താവിന്റെ മണവാട്ടി സഭ അല്ലെങ്കിൽ രാജാവിന്റെ കുടുംബത്തെ തന്നെ തകർക്കുന്നതിനുള്ള അല്ലെങ്കിൽ ആക്രമിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. എഫെസ്യ ലേഖനം 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ദൈവാത്മാവ് തന്നെ രേഖപ്പെടുത്തി തന്നുണ്ട്. എഫെസ്യ ലേഖനം 6 അധ്യായത്തിന്റെ 12 വാക്യം ഇങ്ങനെ വായിക്കുന്നു: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നമുക്ക് ഒരു യുദ്ധമുള്ളതായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ശത്രു ഉള്ളതായിട്ട് ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് സാത്താനുമായിട്ട്, ദുഷ്ടാത്മശക്തികളുമായിട്ട് നമുക്ക് പോരാട്ടമുണ്ട് എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ക്രൂശീകരണത്തോടുകൂടെ സാത്താന് കഠിനമായിട്ട് മുറിവേറ്റതായിട്ട് നമ്മൾ കണ്ടു. തുടർന്ന് പുനരുത്ഥാനത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി സാത്താന്റെ തന്ത്രം. ആദ്യഫലമായ ക്രിസ്തു അവിടെ ഉയർത്തെഴുന്നേറ്റായിട്ട് നമ്മൾ കണ്ടു. ഇനി ഉള്ളത് നാം ക്രിസ്തുവിന്റെ വരവെങ്കിൽ പുനരുത്ഥാനം ചെയ്യാനായിട്ടുള്ള ആ പുനരുത്ഥാനത്തെയാണ് ഇനി അടുത്തതായിട്ട് സാത്താൻ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുന്നത് അത് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് സാത്താന്റെ അടുത്ത ലക്ഷ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പുനരുത്ഥാനത്തിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. കർത്താവ് നമ്മെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ആ പദവിയിലേക്ക് നമ്മെ എത്തിക്കുന്നത് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും സാത്താന്റെ ലക്ഷ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി സഭയുടെ ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാൾ മുതൽ സാത്താൻ ചെയ്ത ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. 1 പത്രോസ് 5 അധ്യായത്തില് അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചാണ്: നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇവിടെ സാത്താന്റെ ആദ്യത്തെ തന്ത്രം നമ്മളവിടെ കാണുന്നത് അലറുന്ന സിംഹം പോലെ പ്രവർത്തിക്കുന്ന സാത്താനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ള തന്ത്രമാണ് അവിടെ നടപ്പാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 4 അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കാം: അവർ ജനത്തെ ഉപദേശിക്കുകയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കുകയാലും നീരസപ്പെട്ടു. അവരെ പിടിച്ചു വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. അവിടെ പത്രോസിനെയും യോഹന്നാനെയുമാണ് അതിന് മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പത്രോസിനെയും യോഹന്നാനെയും തടവിലാക്കിക്കൊണ്ട് അവിടെ സാത്താന്റെ പ്രവർത്തനം അവിടെ ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സാത്താന്റെ തന്ത്രം അവിടെ പാളിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ വായിക്കുന്നു: അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. അവിടെ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം അവിടെ കാണുന്നതായിട്ട് പത്രോസിനെ നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്ത്രീയെ പേടിച്ചുകൊണ്ട് കർത്താവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് പത്രോസ്. വലിയ ധൈര്യമുള്ള ആളായിട്ടൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. യോഹന്നാനെ കുറിച്ച് പറയുന്നത് നഗ്നനായിട്ട് ഓടിപ്പോയ ഒരു വ്യക്തിയായിട്ട് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള പത്രോസും യോഹന്നാനും അവിടെ ദൈവം ശക്തീകരിച്ചപ്പോൾ അവിടെ മറ്റുള്ളവർ അതിശയിക്കുന്ന വിധത്തിൽ, സാത്താൻ തന്നെ അതിശയിക്കുന്ന വിധത്തിൽ ആയിത്തീർന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും.
അപ്പോസ്തലപ്രവൃത്തികൾ 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്റ്റെഫാനോസിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ 6 അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ജനത്തെ മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ചു ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി. ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അവിടെ കള്ളസാക്ഷികളെ നിർത്തി ആ, ആ, സഭയെ പീഡിപ്പിക്കുന്ന സാത്താന്റെ തന്ത്രത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. അവിടെ ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ ന്യായാധിപ സംഘം അല്ലെങ്കിൽ സന്നിധിരി സംഘം സ്റ്റെഫനോസിനെ കണ്ടപ്പോൾ ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അവർ പോലും അതിശയിക്കുന്ന വിധത്തിൽ ആയിത്തീർന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. തുടർന്ന് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെരുശലേം സഭയ്ക്ക് അവിടെ വലിയൊരു ഉപദ്രവം നേരിട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 4-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നു. മീൻ 8-ന്റെ 1-2 വാക്യങ്ങൾ. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. അവിടെ യഹൂദിയ ശമര്യ ദേശങ്ങളിലേക്ക് യെരുശലേമിൽ നിന്നും ചിതറിപ്പോകുന്ന വിധത്തിൽ അവിടെ ഉപദ്രവം നേരിട്ടതായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ സാത്താൻ അലർന്ന സിംഹം പോലെ അവിടെ പ്രവർത്തിച്ചതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. എന്നാൽ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഈ ചിതറിപ്പോക്ക് വചനത്തിന് അല്ലെങ്കിൽ സഭയ്ക്ക് ഗുണമാണ് ചെയ്തത് എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഈ വിധത്തിൽ ആദ്യ കാലഘട്ടം സാത്താൻ അവിടെ അലർന്ന സിംഹം പോലെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്റ്റെഫനോസിനെ കൊല ചെയ്തത് സമ്മതമായിരുന്ന പൗലോസിനെ തന്നെ ശൗലിനെ തന്നെ പിടിച്ച് പൗലോസാക്കി തന്റെ ശുശ്രൂഷയ്ക്കാക്കുന്ന കർത്താവിന്റെ പ്രവൃത്തിയെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ 10-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് ജാതികളും കൃപയ്ക്ക് അവകാശികളായിത്തീരുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ വിധത്തിൽ സാത്താൻ എന്തുമാത്രം പ്രവർത്തിക്കുന്നോ അതിനുപരിയായി കർത്താവ് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. പീഡനങ്ങൾ സഭയെ തളർത്തുകയല്ല വളർത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയ സാത്താൻ തുടർന്ന് തന്റെ അടവുകളൊക്കെ വീണ്ടും മാറ്റി പ്രയോഗിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. പീഡനങ്ങളിൽ തളരാതെ മുന്നേറാനായിട്ട് കർത്താവ് തന്റെ ആയുധവർഗം ശക്തിയും നൽകി സഭയെ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. എഫെസ്യർ 6 അധ്യായത്തില് നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്തിന്റെ തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എഫെസ്യർ 6 അധ്യായം അതിന്റെ 10-ാം വാക്യത്തില് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളി. നമുക്ക് സർവായുധവർഗം തന്നിരിക്കുകയാണ്. അവന്റെ അമിതബലം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ വിധത്തിൽ ശത്രുവിനെ ജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭ ഈ ആയുധവർഗവും ഈ ശക്തിയും ധരിച്ചുകൊണ്ട് വിജയക്കൊടി പാറിച്ചതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. തുടർന്ന് സാത്താന്റെ തന്ത്രം വീണ്ടും മാറ്റുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാത്താന്റെ നമ്മൾ നേരത്തെ ചിന്തിച്ച ഭാഗം തന്നെയാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ഇവിടെ സാത്താൻ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് തന്റെ തന്ത്രം അവിടെ മാറ്റി പ്രയോഗിക്കുന്നത്
അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാത്താൻ അവിടെ ചെയ്തത് തന്റെ പ്രതിനിധിയെ സഭയിലേക്ക് അയച്ചുകൊണ്ട് അവിടെ സഭയെ ഇല്ലാതെയാക്കുന്ന, അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന സാത്താനെയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. AD 306 മുതൽ 337 വരെ ഭരിച്ച റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റ് ദ ഗ്രേറ്റ് താൻ ക്രിസ്തുമതം സ്വീകരിച്ച് സഭയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. താൻ റോമിലെ ക്ഷേത്രങ്ങളിലെ പൂജാരികളൊക്കെ ക്രിസ്ത്യാനിവൽക്കരിച്ച്, മറ്റൊരു ഭാഷ പറഞ്ഞ മാമോദിസ മുക്കി ഈ ക്രിസ്തീയ മതത്തിലേക്ക് ചേർക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ വന്നവർ അവരുടെ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളെല്ലാം ഈ മതത്തിലേക്ക്, ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തു മതത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അത് ഒരു ഈ വിധത്തിൽ അത് ക്രിസ്ത്യാനികൾക്കുള്ള പീഡനങ്ങൾ കുറഞ്ഞു വന്നെങ്കിലും ക്രിസ്തു മാർഗം എന്നുള്ളത് അത് ദുഷിക്കപ്പെടുന്നതിന് ഇടയായി തീർന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്ക് പീഡ കുറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥ വിശ്വാസികൾക്ക് പീഡനങ്ങൾ കുറഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് പീഡനങ്ങൾ റോമൻ സഭയുടെ നേതൃത്വത്തിലായി എന്ന് മാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം എല്ലാ കാലത്തും തനിക്ക് ഒരു ശേഷിപ്പിനെ നിലനിർത്തുന്നതായിട്ട് നമുക്ക് റോമാലേഖനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. ഇവിടെ ഒരു ശേഷിപ്പ് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അവിടെ കാണാൻ സാധിക്കും. യെശയ്യാപ്രവചനം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യമാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ അടുത്തതായിട്ട് 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ അവിടെ ഏലിയാവിനോട് ദൈവാത്മാവ് പറയുന്ന കാര്യങ്ങളാണോ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലാണ് നമ്മൾ അത് വായിക്കുന്നത്. അതുപോലെ തന്നെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഇവിടെ ഒരു ശേഷിപ്പ് സഭയിലും അവിടെ ഉണ്ടായിരുന്നതായിട്ട്, ഈ വിധത്തിൽ സാത്താൻ ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിച്ചാലും ഒരു ശേഷിപ്പ് അവിടെ കത്താൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു ശേഷിപ്പിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നാം ഇന്നായിരിക്കുന്ന ഈ കാലം കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവ ആസ്വദിക്കാനായിട്ട് എല്ലാ വിധത്തിലുള്ള വാതിലുകളും തുറന്നിട്ട് സാത്താൻ നമ്മെ ട്രാപ്പ് ചെയ്ത് അല്ലെങ്കിൽ കെണിയൊരുക്കി ഇരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അന്ത്യനാളുകളോട് അടുക്കുമ്പോൾ സാത്താന്റെ തന്ത്രങ്ങൾ കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വായിക്കുന്നത് വിശ്വാസം കണ്ടെത്തുമോ എന്ന് പോലും സംശയിക്കുന്ന വിധത്തിൽ ആയിത്തീരുമെന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് പറഞ്ഞൊരു ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വളരെയധികം ചിന്തിപ്പിച്ചായിട്ട് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലെ അത് നമുക്കത് കാണാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം:
അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഇവിടെ കർത്താവ് താൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. സ്നേഹം തണുത്തു പോകും എന്ന് പറഞ്ഞാൽ സ്നേഹിക്കണമെന്ന് വിചാരിച്ചാലും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ. സഹോദര സ്നേഹം മാത്രമല്ല, സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല, കാണാത്ത ദൈവത്തെയും സ്നേഹിക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിലേക്കായിത്തീരും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥ. ആ അവസ്ഥയിലേക്ക് ആയിത്തീരും എന്നുള്ളതാണ് അന്ത്യനാളുകളെ കുറിച്ച് കർത്താവ് താൻ തന്നെ പറഞ്ഞത്. ഈ വിധത്തിൽ ആയിത്തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. സാത്താന്റെ തന്ത്രങ്ങൾ ആ വിധത്തിലാണ് മുന്നേറുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാത്താന്റെ ഈ ആക്രമണം നാം ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ എത്തുന്നത് വരെ തുടർന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളത് കാണുന്നു. വെളിപ്പാട് പുസ്തകം 12 അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഇവിടെ സാത്താൻ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെടുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അതിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് എന്താണ് ഈ യുദ്ധത്തിന് കാരണം എന്നുള്ളത് കാണുന്നത്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അവിടെ യുദ്ധം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അപവാദി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ അപവാദം പറഞ്ഞുകൊണ്ട് നമ്മോടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിക്കുന്ന സാത്താനാണ് അവിടെ പടവെട്ടുന്നതായിട്ട് നമ്മെ വിടുവിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള പടവെട്ടലാണ് അവിടെ നടന്നതെന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ വിധത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ അവകാശവാദം ഉന്നയിക്കുന്ന സാത്താനെ നമുക്ക് അവിടെയും കാണാനായിട്ട് നമുക്ക് സാധിക്കും. യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ പ്രധാന ദൂതനായ മീഖായേലിനോട് മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ച് വാദിക്കുന്ന പിശാചിനെ നമുക്ക് കാണാൻ സാധിക്കും. സെഖര്യാ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ മഹാപുരോഹിതനായ യോശുവയ്ക്ക് വേണ്ടി വാദിക്കുന്ന സാത്താനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വിധത്തിൽ സാത്താൻ നമുക്ക് വേണ്ടി നമ്മെ നോക്കി അവകാശവാദം ഉന്നയിക്കുന്ന സാത്താനെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് നോക്കിയാൽ നാം എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് നമ്മയൊക്കെ കൂടുതൽ സാത്താൻ അറിയുന്നു എന്നുള്ളതാണ്. നാം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ദൈവാത്മാവ് രേഖപ്പെടുത്തിയത് എന്നുള്ള ചില ഭാഗങ്ങൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഈ ക്ലാസ്സുകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവിടെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. ഇവിടെ നാം കർത്താവിന്റെ നാൾ വരെ, യേശുക്രിസ്തുവിന്റെ നാൾ വരെ കുറ്റമില്ലാത്തവരായിട്ടിരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് ദൈവാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഫിലിപ്പിയൻ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. നമ്മൾ ജീവന്റെ വചനം പ്രമാണിക്കുന്നവരായിട്ട് ഇരിക്കണം എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. തീത്തോസിന് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
അതിന്റെ 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ദൈവം നമുക്ക് വേണ്ടി നമ്മെ ഏതു വിധത്തിലാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്? സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായിട്ട് തനിക്ക് വേർതിരിക്കണം എന്നുള്ളതാണ് കർത്താവിന്റെ ആഗ്രഹം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നമ്മൾ അനിന്യമായിട്ട് കർത്താവിന്റെ നാളിൽ വെളിപ്പെടേണ്ടവരാണ് എന്നുള്ളത് സാത്താൻ അതിനെക്കുറിച്ച് അറിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എഫെസ്യർ 1:4 വായിക്കുന്നത്, തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ടിരിക്കണം എന്നുള്ളതാണ് അവിടെ നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതം. ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത്, അതിന്റെ 1:10 വായിക്കുന്നത്, ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എഫെസ്യർ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കറ, ചുളുക്കം മുതലായതില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായിട്ട് നമ്മെ നിർത്തണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളതാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 17-ാം വാക്യത്തിൽ, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കണം എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ വിധത്തിൽ വീണു പോകുന്നവരെ സാത്താൻ അവകാശവാദം ഉന്നയിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ വിധത്തിൽ നാം എത്ര ഭക്തിയോടെ ജീവിക്കേണ്ടതാണ്, എത്ര സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. തൻ്റെ അനുചരന്മാരിൽ കൂടി ശേഖരിച്ച തെളിവുകളുടെ വെളിച്ചത്തിൽ സാത്താൻ നമുക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മേലുള്ള അവകാശം ഉന്നയിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. നീതിമാനായ ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നമ്മൾ ലജ്ജിതരായി തീരുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതാണ് കാണുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ, ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഈ വിധത്തിൽ നാം തീയിൽ കൂടെ, അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ നാം രക്ഷിക്കപ്പെടും തീർച്ചയായും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് തന്ന ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നാം രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, 6-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം, അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം അതാണ്. നാം ഒന്ന് നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. സാധാരണ നമ്മെ കർത്താവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനായിട്ട് സാധിക്കുകയില്ലെങ്കിലും നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, നാം അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകേണ്ട സാഹചര്യം നമുക്ക് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തൻ്റെ തന്ത്രങ്ങളെ ജയിക്കുന്നവരായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ഇതോടുകൂടി ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാത്താന്റെ മറ്റൊരു തന്ത്രമാണ് ദൈവവചനത്തെ ആക്രമിക്കുക എന്നുള്ളത്. ദൈവത്തെ ആക്രമിക്കുക എന്നുള്ളത് പല വിധത്തിൽ സാത്താൻ അത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് സാത്താൻ വചനത്തിൽ സംശയം ജനിപ്പിക്കുക എന്നുള്ളതാണ് സാത്താന്റെ ആദ്യത്തെ തന്ത്രം.
വളച്ചൊടിക്കുക. നമ്മൾ ഏതിനിൽ ആരംഭിച്ച ആ പദ്ധതി തന്നെയാണ് സാത്താൻ ഇന്നും ആരംഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരു വിധത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്. എങ്കിലും ഈ വിധത്തിൽ വചനത്തെ വളച്ചൊടിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സാത്താനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, വചനഭാഗങ്ങൾ ബലമായി നശിപ്പിക്കുക. ലൂക്കോസ് സുവിശേഷം 8 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ സാത്താൻ വചനത്തെ എടുത്തു കളയുന്നു എന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വിധക്കാരന്റെ ഉപമയോടുള്ള ബന്ധത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. സാത്താൻ ഹൃദയത്തിൽ നിന്ന് വചനത്തെ എടുത്തു കളയുന്നത് പോലെ തന്നെ വചനത്തെ ഫിസിക്കലി നശിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം യഹൂദ ക്രിസ്ത്യാനികൾക്കൂടെ വചനത്തെ സംരക്ഷിച്ചു നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചാവുകടൽ ചുരുളുകളെല്ലാം അതിന്റെ ദൃഷ്ടാന്തം, അതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ദൈവവചന ഭാഗങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന വിധത്തിൽ സാത്താൻ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, തുടർന്നുള്ള നാളുകളിൽ റോമാസഭ വന്നതിന് ശേഷം വചനം വായിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ 4 അധ്യായത്തിലെ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളയുന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഈ വിധത്തിൽ വചനം വായിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തുന്ന സാത്താന്റെ തന്ത്രങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ ചിന്തിച്ചു, റോമസഭയിലേക്ക് ഈ പേഗൻ മതത്തിലെ പുരോഹിതന്മാരെ മുഴുവനും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തെന്ന് അൽമായരുടെ ചോദ്യങ്ങൾക്ക് തടയുന്നതിന് വേണ്ടി ഇത് ആത്മാരിത് വായിക്കാൻ പാടില്ല, പുരോഹിതന്മാർ മാത്രമേ വചനം വായിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. തുടർന്ന് സാത്താന്റെ പ്രവർത്തനം, വചനത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം നമ്മൾ നോക്കുമ്പോൾ സാത്താന് വേണ്ടി വ്യാഖ്യാനിക്കുന്ന വചന പണ്ഡിതന്മാരെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. വചനത്തിലെ പല ഭാഗങ്ങളും അതിലുള്ള സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് ആ വിധത്തിൽ സാത്താൻ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അസൽ പതിപ്പ് ഇതേവരെ കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് കാനൂനികമല്ല എന്ന് വാദിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ നമുക്കവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, തിരുവചനത്തിലെ പ്രവചന ഭാഗങ്ങളെല്ലാം അത് പ്രവചനങ്ങളല്ല, പിൽക്കാലത്ത് എഴുതി ചേർത്തതാണെന്നുള്ള വിധത്തിൽ വ്യാഖ്യാനിക്കുന്ന സാത്താന്റെ തന്ത്രത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വിധത്തിൽ സാത്താൻ വചനത്തെ വളരെ അധികം എതിർക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, 19-20 നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ അവിടെ ശാസ്ത്രത്തിന്റെ പുരോഗതി ഇത് വചനത്തിനെതിരെ പ്രയോഗിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചാൾസ് ഡാർവിൻ പരിണാമവാദത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ ആ സിദ്ധാന്തം വെച്ചുകൊണ്ട് അത് സാത്താൻ അവിടെ പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ തുടർന്ന് ശാസ്ത്രത്തിന്റെ മറ്റ് ശാഖകൾ വികസിച്ചു വന്നപ്പോൾ പരിണാമ സിദ്ധാന്തം ഒരു കിഴവിക്കഥ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് പോലും അതിനെ പുറത്താക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതായിട്ട് ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഈ വിധത്തിൽ സാത്താൻ വളരെയധികം വചനത്തിനെതിരെയും പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ സാത്താൻ ഇവിടെ മറ്റൊരു കാര്യം സാധിച്ചെടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. യുവഹൃദയങ്ങളിൽ നിരീശ്വരത്വത്തിന്റെ വിത്ത് പാകുന്നതിന്, അല്ല കള വിതയ്ക്കുന്നതിന് സാത്താൻ ഇതിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിരീശ്വരത്വം ഇന്നും ഒരു ഫാഷനായിട്ട് കൊണ്ടു നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം അത് ശാശ്വതമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ കർത്താവിന്റെ വാക്കുകൾ നമുക്കവിടെ വായിക്കാൻ സാധിക്കും. മത്തായി സുവിശേഷം 24 അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും,
എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഇവിടെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്ത വചനമാണ് കർത്താവിൻ്റെ വചനം എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. യെശയ്യാപ്രവചനത്തിന്റെ 40 അധ്യായത്തില് നമ്മൾ വായിക്കുന്നത് പുല്ലുണ യെശയ്യാപ്രവചനം 40 അധ്യായം അതിന്റെ 8-ാം വാക്യം. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഇവിടെയും നമ്മൾ വായിക്കുന്നത് പുല്ലുണങ്ങിപ്പോകും, പൂവ് ഉതിർന്നു പോകും, എന്നാൽ ദൈവത്തിന്റെ വചനം അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. പത്രോസ് അപ്പോസ്തലനും ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 1 പത്രോസ് 1:25 വാക്യത്തില് കാണാൻ സാധിക്കും. 1 പത്രോസ് 1:25. കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. 24-ാം വാക്യം വായിക്കാം. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. പുല്ല് വാടി പൂ വിതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഈ വിധത്തിൽ കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പരിശോധിച്ചാൽ ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെടുകയും ഏറ്റവും അധികം കോപ്പി പ്രിന്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത മറ്റൊരു പുസ്തകം വേറെ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ വിധത്തിൽ ദൈവത്തിന്റെ വചനം അത് എന്നേക്കും ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന വചനമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സാത്താൻ എത്ര ശ്രമിച്ചാലും ഈ വിധത്തിൽ കർത്താവ് അത് നിലനിർത്തി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് അതിശയമായിട്ട് തോന്നിയത് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നതും ഒരു ക്രിസ്തീയ പ്രസിദ്ധീകരണമാണ് എന്നുള്ളതാണ്. ജോൺ ബനിയന്റെ പിൽഗ്രിം പ്രോഗ്രസ് ആണ് ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം കോപ്പി, ഏറ്റവും അധികം ഭാഷകൾ വിവർത്തനം ചെയ്യപ്പെടുകയും ഏറ്റവും അധികം കോപ്പി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു പുസ്തകം എന്ന് പറയുന്നത് ഈ ജോൺ ബനിയന്റെ പിൽഗ്രിം പ്രോഗ്രസ് എന്നുള്ള പുസ്തകമാണ്. ഈ വിധത്തില് ദൈവം രാജകുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ദൈവവചനത്തെയും സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിത് ചിന്തിച്ചത് കൃപായോഗത്തിൽ സാത്താന്റെ ലക്ഷ്യം നമ്മളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. സാത്താൻ സഭയെ പീഡിപ്പിച്ച് ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം നടത്തി. എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ സഭ അതിൽ വിജയം വരിച്ചതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം സാത്താൻ ആ വിധത്തിൽ ഒരുപാട് പ്രവർത്തിക്കുന്ന കാലഘട്ടം തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 1-ാം നൂറ്റാണ്ടിലെ സഭ വിജയം വരിച്ചതുപോലെ നാമും വിജയം വരിക്കുന്നവരായിട്ട് തീരേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് നമ്മൾ സാത്താന്റെ പ്രവർത്തനം സഭയെ വശത്താക്കി അതിനെ നശിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് സാത്താൻ പ്രയോഗിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ഇന്നും സാത്താൻ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ വിധത്തിൽ നമ്മെ ഇല്ലാതെയാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും സാത്താൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ കാലത്തും ഒരു ശേഷി മാത്രമാണ് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നാം കർത്താവിനായിട്ട് നിലനിൽപ്പാൻ ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സാത്താന്റെ നമ്മളോടുള്ള യുദ്ധം കർത്താവിന്റെ സന്നിധിയിൽ നാം ക്രിസ്തുവിന്റെ ന്യായസ്ഥാനത്തിന് മുമ്പിൽ നിൽക്കുന്ന കാലം വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കർത്താവിന്റെ നാളിൽ, ക്രിസ്തുവിന്റെ നാളിൽ നാം ഏത് വിധത്തിലായിരിക്കണം എന്നുള്ളത് ദൈവാത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വിധത്തിലായിരിക്കാൻ, അല്ലെങ്കിൽ സാത്താൻ നമുക്ക് നേരെ അവകാശം ഉന്നയിക്കുന്ന ആ സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. നാം ക്രിസ്തുവിന്റെ ന്യായസ്ഥാനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നാം അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥയിലേക്ക് ആയിത്തീരാതിരിക്കാനായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നാമോ രക്ഷിക്കപ്പെടും എങ്കിലും നാം ഈ വിധത്തിൽ അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ വിധത്തിൽ സാത്താൻ നമുക്കെതിരെ ഏതെല്ലാം വിധത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അതിൽ നിന്നെല്ലാം വിജയം നേടുന്നവരായിട്ട് ജീവിക്കാൻ
ദൈവത്തിന്റെ ആത്മാവ് ഈ വചനങ്ങളെ നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.